കർണാടകയിൽ അധികാരമാറ്റത്തിന് പിന്നാലെ ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് എത്തുകയാണ്. എന്ന് വെച്ചാൽ പ്രിയങ്ക് ഖാർഗെ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം RSSനോട് പറയുന്നു, നിങ്ങൾക്ക് എവിടെയൊക്കെ ഈ സംഘടനാപരമായി നിങ്ങൾക്ക് യൂണിറ്റുകളുണ്ട്, ആ യൂണിറ്റുകളുടെയൊക്കെ കൃത്യമായ വിവരങ്ങൾ സർക്കാരിനെ ധരിപ്പിക്കണം, രജിസ്ട്രേഷൻ നടത്തേണ്ടി വരും എന്ന ഒരു ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നു. അതിന് കാരണമായി അവിടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് പ്രിയങ്ക് ഖാർഗെ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് 2 വധഭീഷണികൾ RSS കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം ഈ രീതിയിൽ രജിസ്ട്രേഷന് വേണ്ടി RSS നേതൃത്വത്തിന് അറിയിപ്പ് നൽകിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ RSS BJP നേതൃത്വം ഇദ്ദേഹത്തിനെതിരെ പരസ്യമായി വിമർശനവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ വളരെ ശരിക്കുമുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് അവിടെ BJPയും RSSും കോൺഗ്രസും പോകുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഈ ഏറ്റുമുട്ടൽ ചിത്രത്തിന് പിന്നിലെന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ. സാർ, എന്താണ് തോന്നിയത്? പ്രിയങ്ക ഖാർഗെയ്ക്ക് സ്വാഭാവികമായി പറയുന്നത് പോലെ ഒരു ഭീഷണി RSSൽ വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെ പൂർത്തീകരിക്കാനായിരിക്കും അവരുടെ ശ്രമം? അല്ല, ഈ രജിസ്ട്രേഷൻ അല്ല, ശരിക്കുള്ള രജിസ്ട്രേഷൻ തന്നെയാണ്. അവർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. RSS എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലെ ഒരു രജിസ്റ്റേർഡ് സംഘടനയല്ല. അവർ ഒരു നിയമപ്രകാരവും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ 1860 സൊസൈറ്റീസ് ആക്റ്റാണ് ശരിക്കും സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമം. അതനുസരിച്ച് വേണ്ടതാണ്, അതുവരെ ചെയ്തിട്ടില്ല. എന്നിട്ട് പകരം അവർ സ്വയം വിശേഷിപ്പിക്കുന്നതും ഇപ്പോൾ പണ്ട് മുതലേ, അതായത് ഹെഡ്ഗേവാറിൻ്റെ കാലം തൊട്ട് മോഹൻ ഭാഗവതിൻ്റെ കാലം വരെ അവർ സ്വയം പറയുന്നത് ഞങ്ങൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണെന്നാണ്. ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അങ്ങനെ ഒരു എൻറ്റിറ്റി എങ്ങനെയാണ്, അതെന്താണ്, അതിൻ്റെ ഒരു നിയമപരമായ നിലനിൽപ്പ് എന്താണ്, അതിൻ്റെ സംഘടനാ രൂപം എന്താണ്? ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് നേതാവ് ആരാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിലെ ഭാരവാഹിത്വത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നിയമപരമായി നമുക്കൊരു രൂപരേഖയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ള പേരിൽ ഇവരിങ്ങനെ പ്രവർത്തിക്കുകയാണ്. അതിന് അവർ ന്യായീകരിക്കുന്നത് ഇത് ആദ്യകാലം തൊട്ട് തന്നെ, ഈ RSS ഉണ്ടായ 1925 തൊട്ട് തന്നെ ഞങ്ങളിങ്ങനെയാണ്, അതിനൊരു നിയമപരമായ തടസ്സവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 3 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത്, അടിയന്തരാവസ്ഥ കാലത്ത്, പിന്നെ ബാബർ മസ്ജിദ് തകർക്കപ്പെട്ടത്. ഈ 3 തവണയും ഞങ്ങളുടെ നിരോധനം നീക്കിയപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു നിബന്ധനയും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവരൊരു രജിസ്റ്റേർഡ് സംഘടനയല്ല ഇന്ത്യയിൽ. അപ്പോൾ അത് രജിസ്റ്റേർഡ് സംഘടനയല്ല എന്നുള്ളത് കേവലമായ ഒരു നിയമ സാങ്കേതികത്വം മാത്രമല്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ RSS ആരാണ് RSSൻ്റെ കേരളത്തിലെയൊക്കെ അതിൻ്റെ ഒരു തലവൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല, അല്ലേ? നമുക്കറിയില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ RSSൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നറിയില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നായ CPIM അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് സമൂലമായ ചർച്ച, അതിൻ്റെ റിസൾട്ട് എന്തും ആവട്ടെ, സമൂലമായ ചർച്ചയും വിമർശനവും സ്വയം വിമർശനവും നടത്തി അതൊരു രേഖയുണ്ടാക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ചൊരു ദിവസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? അത് അത്ര കണ്ട് അക്കൗണ്ടബിൾ ആകാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് CPIM, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ. അത്ര കൊണ്ട് ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോലും നടക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആയാലും മതി, ഇനി പോട്ടെ BJPയെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും അവർക്ക് അതിനുള്ള സംഘടനാപരമായ സുതാര്യതയുണ്ട്. ഇത് തീർത്തും നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. അതിൻ്റെ ആ നിഗൂഢതയാണ് അതിൻ്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് അവർ കാണുന്നത്. ഒരാൾക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു വളരെ ഒപ്പേക്കായിട്ടുള്ള ഒരു ചിത്രമാണ് അവരെക്കുറിച്ച് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ ഈ ഒരു നൂറ്റാണ്ട് നീണ്ട പദ്ധതി എന്ന് നമ്മൾ പറയുന്ന, ഇപ്പോൾ ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള പരിപാടികൾ, പണി എന്നാണ് പറയുക, പണി, നമുക്ക് ആ പണി തുടരണം എന്നുള്ളതാണ് ഇവരുടെ കാണുന്നത്. ഈ പണി ഇവരെടുക്കുന്നത് മുഴുവൻ ഈ ഒരു ഇവരെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ലല്ലോ, ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ നിരോധിത സംഘടനയുടെ ഒരു ഒളി സങ്കേത പരിപാടികൾ പോലെയാണ് ഇവരുടെ മുഴുവൻ കാര്യങ്ങൾ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പോൾ നോക്കൂ,
അപ്പോൾ പ്രിയങ്ക ഖാർഗെ വളരെ നിർണായകമായൊരു ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആഭ്യന്തരമന്ത്രി അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോയിരിക്കുകയാണ്. അത് ബാൻ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയോ അല്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹം മാറിയിട്ട് ആരായിരുന്നു തൊട്ടു മുമ്പുള്ള പരമേശ്വരൻ മാറിയിട്ട് പ്രിയങ്ക ഖാർഗെ വരുന്നു. അപ്പോൾ പ്രിയങ്ക ഖാർഗെ വന്ന ഉടനെ തന്നെ ഇവിടെ ഇത് RSSനെ നിരോധിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രചാരണം വരുന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം ശക്തമായ RSS വിരുദ്ധ നിലപാടുള്ളൊരു ആളാണ്. അപ്പോൾ നിരോധിക്കാൻ പോവുകയാണെന്ന് നിലപാട് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഫോൺ കോൾ വരുന്നു, വധഭീഷണി വരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സംഘടനാപരമായ ചട്ടക്കൂടിനെ കുറിച്ച് ഞങ്ങൾക്കൊരു അറിവ് തരിക. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഞങ്ങൾ നിങ്ങളെ നിരോധിക്കാനൊന്നും പോകുന്നില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി. അത് ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ BJPയുടെ നേതാവാണ്, അതുപോലെ തന്നെ RSSൻ്റെയും കൂടി നേതാവാണ്, പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനകത്ത് വേറെ ഒരു ന്യായീകരണം അവർക്ക് പറയാനില്ല. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സ്ഥിതി എന്നുള്ളത് വെളിപ്പെടുത്തുക, അതൊന്ന് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശരിക്കും പ്രിയങ്ക ഖാർഗെ ചെയ്യുന്നത്. അതിൽ അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വെല്ലുവിളിയിലൂടെ. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ RSSൻ്റെ ഇത്രയും കാലത്തെ ഈ ഒരു നൂറ്റാണ്ട് നീണ്ട ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ 12 വർഷമായി ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് അവർ ഈ രീതിയിൽ നിഗൂഢമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി. ഈ 2-3 സന്ദർഭങ്ങളിൽ നിരോധനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. അതിലാദ്യത്തേതാണ് മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്നുള്ള നിരോധനം. ആ നിരോധനം നീക്കുന്നതിന് വേണ്ടി അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവർ നിരന്തരം നിവേദനം കൊടുക്കുന്നു, ഇവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ നെഹ്റുവും പട്ടേലും തമ്മിൽ അക്കാര്യത്തിൽ ആലോചനകൾ നടത്തുന്നു. അവസാനം വന്നിട്ടുള്ള ആ നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് തന്നെ ഗാന്ധി വളരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സംഘടനയാണ്. നെഹ്റുവിൻ്റെ കാര്യം നമുക്ക് നേരത്തെ അറിയാം, ഗാന്ധി ഉൾപ്പെടെയും അതുപോലെ തന്നെ അതിനു മുമ്പ് തന്നെ. അപ്പോൾ ആ സംഘടനയെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു നിർണായകമായൊരു തീരുമാനം ആവശ്യമാണ്, ഒരു നിബന്ധന ആവശ്യമാണ്. ഇവർക്ക് ഭരണഘടന ഉണ്ടാവണം. അതുവരെ ഭരണഘടനയില്ല. RSSനൊരു ഭരണഘടനയും അവർക്ക് ഒരു പ്രവർത്തന പദ്ധതിയൊക്കെ ഉണ്ടാകണം എന്ന് പറയുന്ന സംഘടനാ രൂപമൊക്കെ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ നിരോധനം പിൻവലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പട്ടേൽ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഭരണഘടന ഉണ്ടാക്കുന്നത്. അതും പോട്ടെ, ഇവരെന്നാണ് ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുകയും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുകയും ചെയ്തത് എന്നത് നോക്കിയാൽ തന്നെ മതി എത്ര കണ്ട് ഇവർക്ക് ഇന്ത്യൻ അസ്തിത്വത്തോട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദേശീയതയോട് ഇവർക്ക് എന്തുമാത്രം കൂറുണ്ടെന്നുള്ളത്. ത്രിവർണ്ണ പതാക നിലവിൽ വന്ന 1947 ഓഗസ്റ്റ് 14-നും പിന്നീട് 50 ജനുവരി 26 റിപ്പബ്ലിക് ആയി നിലവിൽ വന്ന 2 ദിവസം മാത്രമാണ് നാഗ്പൂരിൽ അവരുടെ ആസ്ഥാനത്ത് ത്രിവർണ്ണ പതാക പൊക്കിയത്. അതിനുശേഷം 52 വർഷം കഴിഞ്ഞ് 2002 മാത്രമാണ് അത് വീണ്ടും അവിടെ ഉയർത്തിയത്. അപ്പോൾ അന്ന് തന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് തന്നെ ഈ ത്രിവർണ്ണ പതാക അംഗീകരിച്ചപ്പോൾ തന്നെ ഈ 3 എന്ന് പറയുന്ന അക്കം അശ്ലീലമാണ്, അത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഈ തിരങ്ക എന്ന് പറയുന്ന ത്രിവർണ്ണ പതാകയെ അവർ എതിർത്തതാണ്. എഡിറ്റോറിയൽ എഴുതിയതാണ് ഓർഗനൈസറിൽ. അതുപോലെ തന്നെ ഹെഗ്ഡേവാർ സർക്കുലർ ഇറക്കിയതാണ്. അപ്പോൾ ഇത് മുഴുവൻ സംഭവിച്ചതാണ്. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ഓർഗനൈസറിൽ വന്ന കമൻസ് നമ്മൾ എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയതയുമായിട്ടും യാതൊരു തരത്തിലുള്ള ഐക്യപ്പെടലും നടത്താതിരുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്തൊരു സംഘടനയാണ് RSS. അതിൻ്റെ വളരെ ലളിതമായ അതിൻ്റെ ഒരു നിലനിൽപ്പിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് പ്രിയങ്ക ഖാർഗെ ഉന്നയിച്ചിട്ടുള്ളത്. അത് അവരുടെ അടിത്തറ ഇളക്കുന്നൊരു ചോദ്യമാണ് എന്നതാണ്. അക്കാര്യത്തിൽ ഞാൻ പറയുന്നത് എന്താണ്, ഇപ്പോൾ തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഹൈഡ്ര എന്ന് പറയുന്ന ഒരു പേരിനെ കുറിച്ച് വലിയ ആഹ്ലാദം, വലിയ അഭിമാനം പറഞ്ഞു. അതിനെ പിണറായി വിജയൻ വിമർശിക്കുകയൊക്കെ ചെയ്തല്ലോ. ശരിയാണ്, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മണ്ടത്തരമാണ്. ഒരു മണ്ടത്തരം എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ
സംഘ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഹിറ്റ്ലറോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ആരാധനയുടെ ഭാഗമായിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിന് അങ്ങനെ ചില നേതാക്കൾ അവിടെ ഉള്ളപ്പോൾ തന്നെ പ്രിയങ്ക ഖാർഗെയെ പോലെ ഉജ്ജ്വലമായ RSS വിരുദ്ധ നിലപാടെടുക്കുന്ന നേതാക്കളും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അജിംസ്, ഈ സന്മനസ്സുള്ളവർക്ക് സമാധാന സിനിമയിൽ തിലകൻ മോഹൻലാലിനോട് ചോദിക്കുന്ന പോലെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ ധൈര്യം എന്ന് ചോദിച്ച പോലെ പ്രിയങ്ക ഖാർഗെ എങ്ങനെയാണ് ഇത്രയും വലിയ ധൈര്യം കിട്ടിയതും രാജ്യം ഭരിക്കുന്ന RSSനോട് നിങ്ങൾ ഇനി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് പണിയെടുത്താൽ മതി എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഈ പുതിയ സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള ലൈനാണോ അതോ പ്രിയങ്ക ഖാർഗെ എന്ന ഒറ്റ വ്യക്തിയെ നേതാവിനെ മാത്രം കണ്ടാൽ മതിയോ? പ്രിയങ്ക ഖാർഗെ ഈ കർണാടക സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബജ്രംഗ് ദളിനെ നിരോധിക്കും എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്. ഒരുപക്ഷെ പ്രിയങ്ക ഖാർഗെയുടെ ആ പ്രസ്താവനയായിരിക്കും കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടാൻ സഹായിച്ചിട്ടുണ്ടാവുക. കാരണം അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷം കർണാടകയിൽ നിന്ന് എത്രമാത്രം ഹേറ്റ് ക്രൈംസ് ആണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ കർണാടകയിൽ? എന്നാലും BJP ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം, അവിടെ നിരന്തരം ഹേറ്റ് ക്രൈമുകൾ ഉണ്ടാകുന്നു, ഹിജാബ് നിരോധനം വഴി വലിയ കലാപങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നമുക്കൊരു ഹേറ്റ് ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ റിപ്പോർട്ട് മംഗലാപുരത്ത് ഒരു മലയാളി യുവാവിനെ തല്ലിക്കൊന്ന സംഭവമാണ്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. അതല്ലാതെ നിരന്തരം അവിടെ നിന്നും കേൾക്കുന്നില്ല. അത് ചെറിയ കാര്യമല്ല സൈഫു. അതുണ്ടാക്കുന്നത് വെച്ചാൽ അതൊരു നിലപാടാണ്. ആ നിലപാട് പ്രഖ്യാപനമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ഹേറ്റ് ക്രൈം തടയും, അതിന് നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഒരു നിയമം കൊണ്ടുവന്നു. ഹേറ്റ് ക്രൈം തടയാനുള്ള നിയമം അവിടെ പാസ്സായി. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ RSS നിരോധനം, അത് പ്രിയങ്ക ഖാർഗെ ഞാൻ അധികാരത്തിലെത്തി എന്ന് RSSകാർ അറിയിച്ച ഒരു കേവലമായ ഒരു ടോക്കൺ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഒരു സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല കാര്യത്തിൽ. ഒന്നാമത്തെ കാര്യം, ഈ RSS ഇങ്ങനെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നിയമത്തിനും വിധേയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 100 വർഷമായല്ലോ. ഈ 100 വർഷത്തിൽ ഏതാണ്ട് 75 വർഷത്തോളം ഇവിടെ ഒരു ഇതുണ്ട്, എന്തുണ്ട്, ഭരണകൂടമുണ്ട്, ഭരണഘടനയുണ്ട്. കോൺഗ്രസ്സാണ് അതിൽ കൂടുതൽ കാലം ഭരിച്ചത്. ഈ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ടാണ് RSSനെ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന് നിർബന്ധം പിടിക്കാറ്റുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇപ്പോൾ ഗാന്ധിവാദത്തിന് ശേഷം നിങ്ങൾക്കൊരു ഭരണഘടനയുണ്ടോ എന്ന് സർദാർ പട്ടേൽ ചോദിച്ചു. നിരന്തരം കത്തടപാടുകൾ നടത്തി ചോദിച്ചു, ഒരു ഭരണഘടന ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ ആ നിരോധനം നീക്കാൻ വേണ്ടി മാത്രം ഒരു ഭരണഘടന ഉണ്ടാക്കി. RSSന് ഒരു ഭരണഘടനയുണ്ട്, പക്ഷേ അത് RSSകാർ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന RSSകാർ അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അത് അവർ പ്രചരിപ്പിക്കാറില്ല, അവർ അച്ചടിക്കാറില്ല, അവരാർക്കും വായിക്കാൻ കൊടുക്കാറില്ല. ഇതാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് അവരാരും പറയാറില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനമുണ്ട്. അത് ആ നിരോധനം നീക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടാതെ ഒരു സംഘടന പ്രവർത്തിക്കുക? ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യയിലെ 2 പ്രധാന നിയമങ്ങളാണ്. ഒന്ന് ഈ സൊസൈറ്റീസ് ആക്റ്റും പിന്നെ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് ലോ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. സംഭാവന സ്വീകരിക്കുന്നുണ്ടോ? FCRA ലോവും സംഭാവന സ്വീകരിക്കുന്നുണ്ടോ? ഇത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. RSS ഒരു സംഭാവന സ്വീകരിക്കില്ല. പകരം ആരും സ്വീകരിക്കും? അവരുടെ ആയിരക്കണക്കിന് സംഘപരിവാർ സംഘടനകൾ മറ്റുന്നുണ്ട്. VHP, ബജരംഗ് ദൾ, അങ്ങനെ കണസാവറിൻ്റെ കുറേ അധികം സംഘടനകളുണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനകളുണ്ട്. അവരൊക്കെ വാങ്ങും. RSS പൈസയൊന്നും വാങ്ങുന്നില്ല, RSS സംഭാവന സ്വീകരിക്കുന്നില്ല. മുമ്പ് ഇങ്ങനെ ഒരു കേസ് വന്നു. ഇവർ ഗുരുദക്ഷിണ എന്ന പേരിൽ സംഭാവന സ്വീകരിച്ചപ്പോൾ അത് കോടതിയിൽ കേസായതാണ്. അപ്പോൾ പറഞ്ഞ് ഇത് ഞങ്ങൾ എന്താണ് ഗുരുദക്ഷിണയാണ്, ഞങ്ങൾ സംഭാവനയല്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാണ് ചെയ്തത്. അപ്പോൾ ഇതെന്തിനാണ് അവർ ഇങ്ങനെ നിലനിൽക്കുന്നത്? എന്തിനാണ്? അതാണ് അതിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അതവർ ബോധപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ്. അവർ രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. ഇപ്പോൾ മോദി ഭരിക്കുമ്പോൾ ഇവർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇവർക്ക് എന്താ കുഴപ്പം? രജിസ്റ്റർ ചെയ്യുന്ന കുഴപ്പം ഇവരുടെ പ്രവർത്തന ശൈലി ഈ സംഘടനാ ശൈലിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മളെവിടെയെങ്കിലും RSSൻ്റേതായി ഒരു കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും? ഇപ്പോൾ പാർട്ടി CPM എന്ന പാർട്ടി അവരുടെ പാർട്ടി ഘടകങ്ങളിലേക്ക് കമ്മ്യൂണിറ്റി ഇറക്കും. ഒരു മാധ്യമങ്ങളോട് സംസാരിക്കും, മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിറ്റി കൊടുക്കും. അപ്പോൾ പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ കമ്മ്യൂണിറ്റി വരും, ഒരു വെബ്സൈറ്റിലുണ്ടാവും. എല്ലാ പാർട്ടികൾക്കും അങ്ങനെ ഉണ്ടല്ലോ. ഇവർ ഇത് RSS സംഘചാലകൻ്റെ ഒപ്പിട്ട് എന്തെങ്കിലും ഒരു വരി പ്രസ്താവനയോ ഒരു രേഖയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? RSS എന്ന ഒരു ലെറ്റർ ഹെഡ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അത് ആ സംഘടനയുടെ ശൈലി അങ്ങനെയാണ്. പക്ഷേ RSS സർസംഘചാലകൻ നാഗ്പൂരിലിരുന്ന് എന്ത് തീരുമാനിക്കുന്നോ അത് മിസോറാമിലോ അരുണാചൽ പ്രദേശിലോ കേരളത്തിലോ മലപ്പുറത്തോ ഒക്കെ നടപ്പാക്കും. അതെങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടാവും? ഒരു സർക്കുലറോ ഒരു കമ്മ്യൂണിറ്റിയോ ഒന്നുമില്ലാതെ രാജ്യം മുഴുവൻ സർസംഘചാലകൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാവും. അപ്പോൾ അതിന് അവരുടേതായ ചാനലുകളുണ്ട്. അതൊരിക്കലും എന്തായിരിക്കില്ല, ലിഖിതമായ രീതിയിലായിരിക്കില്ല പോവുക, വാമൊഴിയായിട്ടായിരിക്കും പോവുക. അങ്ങനെ വാമൊഴിയായിട്ട് അത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള നിരവധി കലാപങ്ങളിൽ RSSന് പങ്കുണ്ട് എന്ന് പലവിധ അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തി. തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. കാരണം നിങ്ങൾ അവിടെ പോയി കലാപം നടത്തുക എന്ന് സർസംഘചാലകർ പറഞ്ഞ ഒരു രേഖ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടി നമുക്ക് ഇവന്മാരെ കൊല്ലാം എന്ന് പറയുന്ന ഒരു RSSകാരൻ പറയുന്ന ഒരു രേഖ ഉണ്ടാവില്ല. അത്രമാത്രം ആസൂത്രിതമായി
ഒരു ഡീപ്പ് സ്റ്റേറ്റായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണത്. അതുകൊണ്ടാണ് അതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്. നിയമ സംവിധാനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. നിങ്ങൾ ഈ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന പേരിൽ ഉള്ളൊരു മറ, അങ്ങനെ ഒരു ടേം ഉണ്ട് ഇന്ത്യൻ നിയമത്തിൽ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനും പ്രമോദ് സാറും സേഫും ഒക്കെ ഒരു പ്രത്യേക ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ മാർക്സിയൻ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് നമ്മുടെ മാർക്സിയൻ ഐഡിയോളജി പരത്തണം, നമുക്ക് കൂട്ടം കൂടി ഒന്നും ചെയ്യാം, നമുക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഐഡിയോളജി പ്രസരിപ്പിക്കണം, അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ എത്ര അനൗപചാരികമായ എത്രയോ കൂട്ടായ്മകളിൽ ആയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള അനൗപചാരിക അങ്ങനെ ഒരു കൂട്ടായ്മയുടെ പേരിലാണ് RSS പ്രവർത്തിക്കുന്നത്. നമ്മൾ വളണ്ടിയറാണ്. ഇതിൽ വരുന്ന ആളുകളൊക്കെ സ്വയം രാഷ്ട്ര സേവനത്തിന് വേണ്ടി വരുന്ന വളണ്ടിയേഴ്സാണ്. നമ്മൾ രാജ്യസ്നേഹം പ്രചരിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങൾ പൈസയൊന്നും പിരിക്കുന്നില്ല, FCRA ഫണ്ടില്ല, വിദേശ പണമൊന്നും അവർക്ക് അവരുടെ പേരിൽ വരില്ല, RSSൻ്റെ പേരിൽ പൈസ ഒന്നും വരില്ല, വരുന്നത് വേറെ പേരുകളിലായിരിക്കും. അപ്പോൾ ഈ ഒരു സംഘടനാ ശൈലി തന്നെ എന്തിനു വേണ്ടിയാണ്? അത് അവരുടെ സംഘടന എങ്ങനെ പ്രവർത്തിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന്, ഇതിനകത്തുള്ള ഡെമോക്രസി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനൊരു ഭരണസമിതി ഉണ്ടാവണം, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവണം. അതിൻ്റെ പ്രസിഡന്റ്, അധ്യക്ഷ പദവിയിൽ നിൽക്കുന്ന ആൾക്കാരെ ഇവർ തിരഞ്ഞെടുക്കണം. RSSൽ അങ്ങനെ ഇൻറ്റേർണൽ ഡെമോക്രസി ഇല്ല. ഒരു സർസംഘചാലകം മരിക്കുന്നതിന് മുമ്പ് മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യുകയോ മരിച്ചതിന് ശേഷം വേറൊരാൾ വരികയോ ചെയ്യുക. ആജീവനാന്താണ് ഒരു സർസംഘചാലക്. പിന്നെ ഈ സർസംഘചാലകന്മാർക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ RSS സ്വയം പറയുന്നത് എന്താണ്? ഞങ്ങൾ ജാതിക്കെതിരാണെന്നാണ് പറയുക. ജാതി ഉന്മൂലനമാണ് RSSൻ്റെ ലക്ഷ്യം. നായർ മുതൽ നമ്പൂതിരി വരെ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ സ്ഥിരം, അതെല്ലായിടത്തും ഉണ്ട്. ഒരൊറ്റ സർസംഘചാലക് മാത്രമാണ് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നല്ലാത്തതുണ്ടായിട്ടുള്ളത് ഇതുവരെ. രാജു ഭയ്യ എന്ന് പറയപ്പെടുന്ന ഒരു സർസംഘചാലക് മാത്രമാണ്. അദ്ദേഹം ക്ഷത്രിയനോ മറ്റോ ആയിരുന്നു. അതൊക്കെല്ലാം എന്താണ്, ഈ ബ്രാഹ്മിൻസാണ് വരിക, പ്രത്യേകിച്ചും മറാഠ ബ്രാഹ്മിൻസാണ് വരിക. അപ്പോൾ അതിൻ്റേതായ ഒരു ഘടനയുണ്ട്. അതൊരു രാജഭരണം പോലെയാണ് അതിൻ്റെ കീഴ്വഴക്കങ്ങൾ. അധികാര കൈമാറ്റമാണ്. ഒരാൾ മരിക്കുമ്പോൾ മറ്റൊരാൾക്ക് അധികാരം കൈമാറുന്ന രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഐഡിയോളജി ഉണ്ട്, അത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിയങ്ക ഖാർഗെ ഇപ്പോൾ പറയുന്നത്, ഒന്നാമത് ഈ കർണാടകയിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ അത്ര ഗ്ലാമർ വകുപ്പല്ല. ആഭ്യന്തര വകുപ്പ് ആർക്കും വേണ്ടാത്ത വകുപ്പാണ്. അത് ഏറ്റവും ജൂനിയർ മന്ത്രിമാരോ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത ആൾക്കാർ കൈവയ്ക്കുന്ന ഒരു വകുപ്പാണ്. അത് ആർക്കും വേണ്ട. അവിടെ ഏറ്റവും ഗ്ലാമർ ഡിമാൻഡുള്ളത് ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ്, ജലസേചനം, അതുപോലെ പവർ, എനർജി, അതിനൊക്കെയാണ് തമിഴ്. അപ്പോൾ ഇതാർക്കും വേണ്ടാത്ത ഈ വകുപ്പ് എന്ത് ചെയ്യുന്നു? പ്രിയങ്ക ഖാർഗെക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്ത്. ശരിക്കും ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം ഖാർഗെക്ക് പൊളിറ്റിക്കലായ സ്റ്റാൻസ് ഉണ്ട്, അദ്ദേഹം മുമ്പ് അത് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ്. അതിനപ്പുറം ഒരു സ്റ്റേറ്റിന് RSSനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, RSSനെ നിരോധിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ കഴിയാം. ഇപ്പോൾ RSS എന്തെങ്കിലും കാര്യത്തിൽപ്പെട്ടു അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്തു, അതിലിടപെടാൻ കഴിയാം. അല്ലാതെ ഒരു ബാൻ സ്വഭാവത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന്, കർണാടകയിൽ മാത്രമായിട്ട് RSSനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം, അതും കഴിയാൻ പോകുന്നില്ല. കാരണം ഇതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് RSS എന്നുള്ളത്. പക്ഷേ അതിനപ്പുറം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രിയങ്ക ഖാർഗെ എന്ന ഞാൻ, ബജരംഗ് ദളിനെ നിരോധിക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന പ്രിയങ്ക ഖാർഗെ എന്ന ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയാണ് എന്ന് RSSന് കൊടുക്കുന്നൊരു മെസ്സേജാണ്.